നമുക്കിപ്പോൾ ആദിൽ പാലോടുണ്ട് DC ഓഫീസിന് മുന്നിൽ നിന്ന്. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. നിർണായകമായ തിരക്കിട്ട കൂടിയാലോചനകൾ ഇന്നലെ രാത്രിയിലുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം അമ്പലപ്പുഴയിലുള്ള G. സുധാകരൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ കുറേ നേരം ചർച്ച ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, നാളെ വാർത്താ സമ്മേളനം വിളിക്കരുത്. രണ്ട്, പാർട്ടി അംഗത്വം പുതുക്കണം. ഈ രണ്ട് വിഷയങ്ങളിലും പക്ഷേ പാർട്ടി അംഗങ്ങൾക്ക് നിരാശയായിരുന്നു ഫലം. G. സുധാകരൻ വഴങ്ങിയിട്ടില്ല. ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കാണുന്നതുവരെ എല്ലാ കീഴ്ഘടകങ്ങൾക്കും കർശനമായ നിർദ്ദേശമുണ്ട്. അതിനുശേഷം G. സുധാകരനോ എതിരെ പ്രതിരോധം ഉണ്ടാക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ ആദിൽ പാലോട്. G. സുധാകരന് വേണ്ടി നിലകൊണ്ട, G. സുധാകരൻ കെട്ടിപ്പടുത്ത പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇനി 11 മണിക്ക് ശേഷം നടക്കാൻ പോകുന്നത് G. സുധാകരനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കലാണ്. എന്താണ് പാർട്ടി അംഗങ്ങളുടെ കണക്കുകൂട്ടൽ? ജില്ലാ കമ്മിറ്റി ഏതുതരം പ്രതിരോധമായിരിക്കും G. സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന പക്ഷം മുന്നോട്ട് വയ്ക്കുക? ആദിൽ പാലോട്. അരുൺകുമാർ, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഞാനുള്ളത്. ഇവിടെ സ്വാഭാവികമായി അരുൺ പറഞ്ഞതുപോലെ ഇവിടെ 10 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരുപക്ഷെ 5 കൊല്ലം മുമ്പ് വരെ ആലപ്പുഴ ജില്ലയുടെ CPM-ന്റെ നാക്കായിരുന്ന നേതാവ്, നിലപാടുകളിൽ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന നേതാവ് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് വൈകാരിക നിമിഷമാണ്. അതിലുപരി പാർട്ടി അതെങ്ങനെ പ്രതിരോധത്തിലാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു വൈകാരികമായ പ്രതികരണങ്ങൾക്ക്, പ്രകോപനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് പല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്താണ് വാർത്താ സമ്മേളനം നടക്കുന്നതുവരെ സമൂഹ മാധ്യമങ്ങളിലോ അല്ലാതെയോ യാതൊരു പ്രകോപനവും പാടില്ല എന്ന നിർദ്ദേശത്തിലേക്ക്, കർശനമായ നിർദ്ദേശത്തിലേക്ക് പാർട്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കാനാകും. 63 വർഷത്തെ CPM ബന്ധമാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് G. സുധാകരൻ അവസാനിപ്പിക്കാൻ പോകുന്നത്. 5 വർഷമായി തുടരുന്ന അവഗണനയാണ് പ്രധാന പ്രശ്നം. 43 വർഷം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു എന്ന് പറയുമ്പോഴാണ് G. സുധാകരൻ എന്തായിരുന്നു പാർട്ടിക്ക് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. 2022-ലാണ് 75 വയസ്സ് മാനദണ്ഡപ്രകാരം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് G. സുധാകരൻ ഒഴിവാകുന്നത്. പിന്നീട് സംഭവിച്ചത് 2021-ലെ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സീറ്റ് നൽകുന്നില്ല. H. സലാം മത്സരിച്ച് ജയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തുകയും പരസ്യമായി G. സുധാകരനെ, മുതിർന്ന നേതാവിനെ ശാസിക്കുകയും ചെയ്യുന്നു. അപ്പോഴും പ്രശ്നമുണ്ടായിരുന്നില്ല. മാന്യമായ പ്രതികരണവും നിശബ്ദതയുമാണ് G. സുധാകരൻ അവലംബിച്ച മാർഗം. പക്ഷേ പിന്നീട് പാർട്ടി സ്ഥിരമായി അവഗണിക്കുകയും ജില്ലാ നേതൃത്വം തന്നെ മനഃപൂർവ്വം അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലപ്പുഴയിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന നിലപാട് തുറന്നു പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടും ഒടുവിൽ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യവും മറുപടിയുമാണ് ഈ തീരുമാനത്തിലേക്ക് പെട്ടെന്ന് വന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പരിഗണന G. സുധാകരൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയും ഇല്ല എന്ന് പറയുകയും മാധ്യമപ്രവർത്തകർക്കൊപ്പം ചിരിക്കുകയും ചെയ്തു എന്ന പ്രശ്നത്തിന് ശേഷമാണ്, അത് വിലയിരുത്തിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും അരുൺ പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള നേതാവ്, 10 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഈ കെട്ടിടത്തിൽ ഇപ്പോൾ G. സുധാകരൻ പുറത്തേക്ക് പോയാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകും. വിശദീകരണ യോഗങ്ങൾ ഉണ്ടാകും, ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പക്ഷേ പ്രകോപനം പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് ഇന്നലെ കൂടിയ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശം. അരുൺ.